എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. സിനിമയിലാ? എല്ലാവർക്കും എന്നെ മതി. കലേഷേ ഓരോ ഒഴിക്കുന്നീ അടിക്കുന്നേട്ടാ. കലേഷേ സാധനം അടിച്ചിട്ടേ നാക്ക് ധരിക്കണ്ട. സ്പെഷ്യൽ ഒന്നും ഇല്ല ഇവിടെ. ഐസിടാതെ അടിച്ചിട്ടൊരു സുഖമില്ല. അടാ മറ്റേ സാധനം ഇല്ലേ എടുക്ക്. ആ ബീഫിന്റെ കളർ എന്നെ ഹഠാതെ ആകർഷിച്ചു. എന്തൊരു വാസന! ഉള്ളി ധാരാളമായിട്ടുണ്ട് ബീഫിന്റെ മുകളിൽ, അത് പ്രധാനമാണ്. പോത്തല്ലിത് നോക്കി വാങ്ങിയതാ. ഇജിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒന്നുപോലെ തന്നെ. സൂപ്പർ നീ ഉണ്ടാക്കിയതാണ്. മോനെ കലേഷേ നീ ആ തേങ്ങ കൂത്തുകൂട്ടി പിടിക്കി. ചൂടോടെ ഇങ്ങനെ ഇട്ട് പിടിക്കുമ്പോണ്ടല്ലോ നോക്കിന്ന് സ്വർഗം കാണും നീ. സ്വർഗം സാറേ, പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല. ഇതെന്താണ്ടാ ഉണ്ണി, ഗ്രൂപ്പിൽ നിറയെ ചറപറ മെസ്സേജ് വരുന്നുണ്ടല്ലോ. എനിക്കെന്ത് വന്നോണ്ടിരിക്കണ്ടേട്ടാ? എടാ ആരുടെ ഈ വീഡിയോ എടുത്തിട്ട് എന്റെ വീഡിയോ എന്താ പോത്തല്ലിത്? ഉണ്ണി വേറെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കട്ടെ. ഏട്ടാ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്കിലോ? ആ, അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം എനിക്കിതൊന്നും കണ്ടിക്കാൻ പറ്റുള്ള, ഞാൻ പോണേണ്. ഏട്ടാ നിങ്ങളൊന്ന് സമാധാനിക്കുന്നേ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എന്തു വഴി കലേഷ്? നാട്ടുകാർ മുഴുവൻ വീഡിയോ കണ്ടില്ലേ? എല്ലാം പോയി. ചാനലൊക്കെ ചർച്ചയാണ്ട. നിങ്ങളുടെ BJPയുടെ സംസ്ഥാന നേതാവ് സുരേന്ദ്രൻ പരസ്യമായി ബീഫ് തിന്നുന്നത് പിള്ളേരെടുത്ത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ചപ്പോൾ ഞാൻ തിന്നതെല്ലാം ഉള്ളിക്കറിയാണ് എന്ന് കള്ളം പറഞ്ഞ ആളാണ്. പാർട്ടിക്കാരും എന്റെ അച്ഛൻ എന്നെ തള്ളി പറഞ്ഞു. എന്റെ തലയിലേക്ക് നടന്നവരിപ്പോ പച്ചക്ക് എന്റെ അമ്മയ്ക്ക് വിളിക്കുകയാണ്. പാവം. ചെയ്തു പോയി, തീർന്ന് എന്റെ രാഷ്ട്രീയവും ഭാവിയും ജീവിതവും ഒക്കെ കഴിച്ച്. ഏറ്റവും വേദനിപ്പിച്ച ഒരു ട്രോൾ ഉണ്ടെങ്കിൽ അതേതാ? അല്ല, അതിപ്പോ ഈ ഉള്ളി എന്നുള്ള പ്രചരണം, ഉള്ളി സുര എന്നുള്ള ഏറ്റവും വേദനിപ്പിച്ച ഒരു ട്രോൾ ഉണ്ടെങ്കിൽ അതേതാ? അല്ല, അതിപ്പോ ഈ ഉള്ളി എന്നുള്ള പ്രചരണം, ഉള്ളി സുര എന്നുള്ള ശവത്തിലായാലും മറ്റുള്ളൊരു കുത്തിവേദനിപ്പിക്കുന്ന കാണാൻ എനിക്ക് സഹിക്കാൻ പറ്റില്ല.